അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ കാണുമ്പോഴത്തേക്കും അയ്യേ ഇതാണ് ഈ ഒരു ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി. ഇത് വളരെ പുവർ ക്വാളിറ്റി ആണല്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. കാരണം ഈ ഒരു ഡോറിലൂടെ ആരെങ്കിലും കടന്ന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഫേസ് നമുക്ക് ഒട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ അതേസമയം WDR എന്നുള്ളൊരു ഫീച്ചർ ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. അതായത് ഇതൊരു ട്രൂ WDR ഫെസിലിറ്റി ഉള്ള ക്യാമറയാണ്. അപ്പോൾ അത് എനേബിൾ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ക്വാളിറ്റിയിൽ വളരെയധികം ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഇരുണ്ട് നിന്ന ഭാഗമെല്ലാം വളരെയധികം തെളിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, WDR ഉള്ള ഒരു ക്യാമറയും അതില്ലാത്തൊരു ക്യാമറയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. ഹിക്വിഷൻ്റെ അൾട്രാ സീരീസിൽ വരുന്ന മെറ്റൽ ബോഡി ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ ഇതാണ് കേട്ടോ, DS2CD 3386 G2 ISU. ഇത് 2.8 mm ലെൻസ് വരുന്ന മോഡലാണ്. 8 മെഗാ പിക്സൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റൽ ബോഡി ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഇതാണ് ഇൻഫ്രാറെഡ് ലൈറ്റുകൾ കേട്ടോ. 2 LED ലൈറ്റുകളാണ് വരുന്നത്. 40 മീറ്ററാണ് ഇൻഫ്രാറെഡ് ലൈറ്റിൻ്റെ പവർ വരുന്നത്. അത്ര വലിയ വലിപ്പമൊന്നും ഈ ഒരു ക്യാമറയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ ചെറിയൊരു കോമ്പാക്റ്റ് സൈസിൽ വരുന്നൊരു ക്യാമറയാണ്. പക്ഷെ എന്നാലും ഒരു 4x4 ബോക്സിലൊന്നും ഈ ക്യാമറ ഇരിക്കില്ല കേട്ടോ. ഒരു 5x5 ബോക്സ് എങ്കിലും വെക്കേണ്ടി വരും. ബെറ്റർ എന്ന് പറഞ്ഞാൽ റൗണ്ട് ബോക്സ് ആയിരിക്കും. ക്യാമറയോടൊപ്പം വന്നിരിക്കുന്ന ആക്സസറീസ് ഇതൊക്കെയാണ്: ഒരു വാട്ടർ പ്രൂഫ് ടേപ്പ്, വെതർ പ്രൂഫ് ഗ്ലാൻഡ്, ഒരു അലൈൻ കീ സെറ്റ്, സ്ക്രൂ സെറ്റ്, ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. നമുക്കറിയാം ഇപ്പം ഇറങ്ങുന്ന എല്ലാ ക്യാമറകളിൽ നിന്നും നമുക്ക് മൊബൈൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ആളുകൾ വരുന്ന സമയത്ത് നമുക്ക് മൊബൈൽ നോട്ടിഫിക്കേഷൻ വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്യാമറ ഫേസ് ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ക്യാമറയാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നടന്നു പോയ ഒരു വീഡിയോയിൽ നമ്മുടെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട് ഒരുത്തൻ്റെ. അവൻ ആ വീട്ടിൽ വന്ന് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഓഫീസിൽ വന്ന് പോയോ എന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ പിക്ചർ നമ്മുടെ NVR സിസ്റ്റത്തിലേക്ക് ലോഡ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ക്യാമറ വെക്കണം. അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഫേസ് ഡിറ്റക്ഷൻ ആൻഡ് ഫേസ് പിക്ചർ കമ്പാരിസൺ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ നോക്കണം. ഹിക്വിഷൻ്റെന്നല്ലാത്ത AI ഫീച്ചേഴ്സ്, അതായത് തേർഡ് പാർട്ടി AI ആപ്ലിക്കേഷൻസ് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ വർക്കാകും. അതിന് വേണ്ടിയിട്ട് ഹിക്വിഷൻ്റെ എംബഡഡ് ഓപ്പൺ പ്ലാറ്റ്ഫോം, അതായത് HOP എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് അറിയാവുന്ന ആളുകൾക്ക് PyTorch, അതുപോലെ തന്നെ TensorFlow എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു AI ക്യാമറ വേറെ ഡിവൈസുകളൊന്നും യൂസ് ചെയ്യാതെ ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഡയറക്റ്റ് ക്യാമറകൾ എപ്പോഴും നമ്മൾ ഒരു ഇൻഡോർ യൂസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അല്ലേ? പക്ഷേ ഈ ഒരു ക്യാമറ നമുക്ക് സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔട്ട്ഡോർ യൂസിന് വേണ്ടിയിട്ടൊന്നും വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഇത് IP67 റേറ്റിംഗ് വരുന്ന ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം അതുപോലെ തന്നെ പൊടിയൊന്നും ഈ ഒരു ക്യാമറയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കിയല്ല. ഈ ഒരു ക്യാമറയുടെ മുകളിലായിട്ട് ആൻറ്റി കൊറോഷൻ കോട്ടിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കെമിക്കൽ ഫാക്ടറിയിലേക്കോ അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയയിലേക്ക്, നമുക്കറിയാം ഉപ്പ് കാറ്റൊക്കെ വീശുന്ന സ്ഥലമായിരിക്കും ഈ കോസ്റ്റൽ ഏരിയ, അവിടെ ഒന്നും ഈ ഒരു ക്യാമറ അത്രയും റെക്കമെൻഡഡ് അല്ല. അപ്പോൾ മറ്റുള്ള ഏത് സ്ഥലത്ത് വെക്കുന്നതിന് യാതൊരു പ്രശ്നവും നമുക്കില്ല കേട്ടോ. ഇപ്പം ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ഒരു ക്യാമറയും ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യമല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിവിടെ OBO സ്റ്റുഡിയോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്യാമറയുടെ വീഡിയോ എൻ്റെ ലാപ്ടോപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഇവിടെ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു 1080p ഫുൾ HD റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ് കേട്ടോ. പക്ഷേ ഈ ഒരു ക്യാമറയുടെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിനേക്കായി 3 ഇരട്ടിയോളം കൂടുതലാണ്. കാരണം ഇത് 4K ആണ് ഈ ക്യാമറ വരുന്നത്. എൻ്റെ സ്ക്രീൻ വരുന്നത് 1080p ഫുൾ HD മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമറയുടെ ഫുൾ റെസൊല്യൂഷൻ അതേപോലെ ആയിരിക്കില്ല നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നല്ലൊരു 4K റെസൊല്യൂഷനുള്ള മോണിറ്ററിലേക്ക് കൊടുക്കുമ്പോഴായിരിക്കും എക്സാക്ട്ലി ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ വളരെ ബേസിക് ആയിട്ട് നിങ്ങളെ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന റെസൊല്യൂഷൻ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു ക്യാമറയുടെ ക്വാളിറ്റി ഡയറക്റ്റ് ആയിട്ട് കമ്പാരിസൺ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് VCA ഫങ്ഷൻസ് ആണ്. VCA എന്ന് വെച്ചാൽ വീഡിയോ കണ്ടൻറ്റ് അനാലിസിസ്. ഈ ക്യാമറയ്ക്ക് ഫേസ് ക്യാപ്ചർ, സ്മാർട്ട് ഇവൻറ്റ് ഫങ്ഷൻസ്, പീപ്പിൾ കൗണ്ടിങ്, പീപ്പിൾ മാനേജ്മെൻറ്റ്, ഇങ്ങനെ പല രീതിയിലുള്ള ഫങ്ഷൻസ് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഇവൻറ്റ് ഫങ്ഷൻസൊക്കെ
നമുക്ക് ഏതെങ്കിലും ഒരെണ്ണമാണ് അറ്റ് എ ടൈം എനേബിൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് സ്മാർട്ട് ഇവൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫേസ് ക്യാപ്ചറിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാമറയെ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതല്ലെന്ന് അർത്ഥം. ഈ ക്യാമറയുടെ മോഷൻ ഡിറ്റക്ഷൻ സെറ്റപ്പിനകത്ത് നമുക്ക് എക്സ്പേർട്ട് മോഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. എക്സ്പേർട്ട് മോഡിൽ നമുക്ക് ഡിഫറൻറ്റ് ഏരിയാസ് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. 8 ഏരിയ വരെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മോഷൻ ഡിറ്റക്ട് ചെയ്യുന്ന ഇമേജസൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ NAS സെർവറിലേക്കോ FTPയിലേക്കോ മെമ്മറി കാർഡിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യാതെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മെയിൻ സ്ട്രീമിൽ നമ്മൾ വീഡിയോ ആൻഡ് ഓഡിയോ സ്ട്രീം എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈക്ക് വർക്ക് ആവും കേട്ടോ. അപ്പോൾ മൈക്ക് ഈ ഒരു ക്യാമറയുടെ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹലോ 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 കണ്ടോ, നല്ല സൗണ്ടുള്ള മൈക്കാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സൗണ്ടുള്ള മൈക്കാണ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓഡിയോ നമുക്ക് ഫോണിൽ കറക്റ്റായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ട്രീമിൽ നമ്മൾ ആ ഒരു സെറ്റപ്പ് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഇതാണ് വീഡിയോ ടൈപ്പിനകത്ത് വീഡിയോ ആൻഡ് ഓഡിയോ സ്ട്രീം എനേബിൾ ചെയ്ത് കൊടുത്താലേ മൊബൈലിൽ നമുക്ക് കറക്റ്റായിട്ട് സൗണ്ട് കിട്ടുള്ളൂ. ONVF യൂസ് ചെയ്യുന്നത് നമുക്ക് അതർ ബ്രാൻഡ് NVRുമായിട്ട് ഈ ഒരു ക്യാമറയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കണക്റ്റ് നമുക്ക് NVR ഇല്ലാതെ തന്നെ ഈ ഒരു ക്യാമറയെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ NVR ഇല്ലെങ്കിലും ഈ ഒരു ക്യാമറ നമുക്ക് നേരിട്ട് ഫോണിൽ കാണുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഇനി ഈ ഒരു ക്യാമറയുടെ പ്രൈസിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോയിലും നിങ്ങൾ കണ്ടതാണ്, വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന ക്യാമറകളാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു ഹണിവെൽ ഇമ്പാക്റ്റ് സീരീസിൽ വരുന്ന ക്യാമറയും അതുപോലെ തന്നെ ഒരു വാല്യൂ സീരീസിൽ വരുന്ന ഹിക്വിഷൻ്റെ ക്യാമറയുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ അത്രയും അങ്ങോട്ട് ലോ ബഡ്ജറ്റിൽ പോകുന്ന ക്യാമറയല്ല ഇത്. ഇതൊരു മീഡിയം സെഗ്മെൻറ്റിൽ വരുന്ന ക്യാമറയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു 12,500 13,000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ എക്സാക്റ്റ് പ്രൈസ് അല്ല ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, ഇതൊരു ആവറേജ് പ്രൈസാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇതിനേക്കാളും കൂടാം, ചിലപ്പോൾ ഇതിനേക്കാളും കുറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഞങ്ങളെയോ മറ്റുള്ള ഏതെങ്കിലും ഷോപ്പിനെയോ ഒന്നും ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി പോകരുത്. ഇത് ഞാനൊരു ആവറേജ് പ്രൈസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാമറയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങോട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ് ഒന്നും അല്ല. വളരെ എക്കണോമിക്കായിട്ട് നോക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു ക്യാമറയല്ല. പക്ഷേ നല്ല ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ക്യാമറ. ഒരു സമയമല്ലേ നമ്മൾ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുള്ളൂ, അതായത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ ഇതെന്നൊക്കെ നോക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് ഇത് നല്ല ബെറ്റർ ക്യാമറ ആയിരിക്കും. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാമറ വയ്ക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ക്യാമറ വയ്ക്കുക. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുള്ളൂ ഒരു വീട്ടിൽ. ഈ ക്യാമറ ഇപ്പം നമ്മൾ ഒരു 12,500 13,000 14,000 കൊടുത്തോട്ടെ നമ്മൾ വെച്ചിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുവാണെങ്കിൽ അത് ഒരു കൊല്ലം അല്ലല്ലോ ആ ക്യാമറ നിൽക്കുന്നത്, എത്രയോ വർഷം നിലനിൽക്കും. മാത്രമല്ല നമുക്ക് അത്രയും സെക്യൂരിറ്റി കൺസേൺഡ് ആയിട്ടുള്ള ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പൈസയ്ക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അതിൽ വില പിടിച്ച സാധനമായിരിക്കും നമുക്ക് ചിലപ്പോൾ ആ വീട്ടിലിരിക്കുന്നത് അല്ലേ. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 25,000 മേളിൽ വരുന്ന ഒരു ക്യാമറയായിരുന്നു, ഒരു വേരി ഫോക്കൽ ക്യാമറ. അത് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടെ ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുത്തു. അതായത് സെക്യൂരിറ്റി കൺസേൺഡ് ആയിട്ട് നല്ല ക്വാളിറ്റി വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കാണ് ഇതുപോലുള്ള ക്യാമറകൾ വരുന്നത്. അല്ലാത്ത വളരെ എക്കണോമിക് മോഡലിലുള്ള ക്യാമറകളും നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് എപ്പോഴും ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബെറ്റർ ചോയ്സ് തന്നെയായിരിക്കും, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.